ഹായ് ഇന്ന് വയറിനുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു. അധികം വലിച്ചു നീട്ടുന്നില്ല. അതേ കൈ തന്നെ കുരുത്ത് പിടിക്കുക. എന്നിട്ട് കാല് മുന്നിലേക്ക് ചരിച്ച് പൊക്കുക കേട്ടോ. എന്നിട്ട് കാലിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൈ നന്നായിട്ട് ബാക്കിലേക്ക് കൊടുക്കുക, കാലിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് പോയിട്ട് ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട. കാല് നിങ്ങൾക്ക് അത്രത്തോളം ഉയർത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടൊന്ന് കുനിഞ്ഞ് ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കാല് എത്ര ഉയർത്താൻ പറ്റുമോ അത്ര വേദന ഉയർത്തുക. കാല് ടച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്യുന്നതനുസരിച്ച് മാറ്റം ഉണ്ടായിക്കോളും. ഓക്കെ, കൈ നന്നായിട്ട് നിനക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, താഴേക്ക് മേലെ കണ്ടോ ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇവിടെ വയറിൻ്റെ മസിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ കൈ താഴേക്ക് കൊടുക്കുമ്പോൾ അവിടുത്തെ മസിൽ നമ്മൾ കുറച്ചിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ടൈറ്റ്, അത് നമ്മളൊരു വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ പിടിച്ചാണുള്ളത്, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമ്മളിങ്ങനെ ശരിക്കും പിടിച്ചാണ് നമ്മൾ ഒരു വെയിറ്റുള്ള സാധനമൊക്കെ എടുക്കുന്നത്. അത് കണക്ക് ആ പ്രോസസ്സ് തന്നെയാണ് ഈ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൺ സൈഡ് ഒരു 30 ചെയ്യാൻ നോക്കുക കേട്ടോ. അതേ സൈഡ് തന്നെ ഇപ്പുറം 30 ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി ഫുള്ള് ഫാറ്റ്, അതായത് ബോഡി ഫുള്ള് ഷേപ്പാക്കണം എപ്പോഴും നോക്കേണ്ട. മുൻവശത്ത് തള്ളി നിൽക്കുന്ന വയറ് മാത്രം ഫോക്കസ് ചെയ്ത് ആരും പോകരുത് കേട്ടോ. ഫുൾ ബോഡി വർക്കൗട്ട് എപ്പോഴും കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ കണക്ക് കാലത്രയും പൊക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടൊന്നും പിന്നെ അതിന് കുനിഞ്ഞു പോയിട്ട് ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട. ഇങ്ങനത്തെ പ്രോസസ്സാണ് ശരിക്കും. നമ്മളെ ഇവിടുത്തെ മസിൽ കണ്ടോ ഇങ്ങനെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് പിടിക്കും. നമ്മളിങ്ങനെ നമ്മളെ കൈ ഇങ്ങനെ താക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മുറുകെ പിടിക്കാറുണ്ട്, നമ്മളെ വയറൊന്നിട്ട് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ പറയുന്ന കണക്ക് വയറ് മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് മുൻവശത്ത് തള്ളി നിൽക്കുന്ന അടിവയറ് മാത്രം ഫോക്കസ് ചെയ്ത് കൊള്ളുന്ന ആൾക്കാരുണ്ട്. അതൊന്നുമല്ല, നമ്മൾ ബാക്ക് ഫാറ്റും സൈഡ് ഫാറ്റും സൈഡ് ബെൽ ഫാറ്റൊക്കെ നന്നായിട്ട് കുറച്ചാലേ ബോഡി ഷേപ്പാവുള്ളൂ. നമുക്ക് ബോഡിയുടെ ഷേപ്പാണ് ആവശ്യം, ഫുൾ ആ ഒരു ഷേപ്പായി വരണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ ഇതെന്താണ്, ഇതൊക്കെ വളരെ ഇതിൽ വലിയ റിസൾട്ട് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട. എല്ലാ ദിവസവും ചെയ്തോളൂ കേട്ടോ. ഒരു 50 വെച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റാണ് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വലത് കാലാണെങ്കിൽ ഇടത്ത് കൈ വേണം ടച്ച് ചെയ്യാനായിട്ട്. ഇത് നിനക്ക് കണ്ടോ, ഇത് നല്ല ശരിക്കും നല്ല നമുക്ക് ബോഡി നന്നായിട്ട് ഷേപ്പാവുന്നൊരു വർക്കൗട്ട് വേണം കേട്ടോ. അതായത് ഈ കൈ നമ്മളിങ്ങനെ ആക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതെന്ന് പറയാൻ നന്നായിട്ട് നമ്മൾ ബാക്ക് ഫാറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ബാക്ക് ഫാറ്റ് നന്നായിട്ട് കുറച്ച് തരും. പിന്നെ ഈ സൈഡ് ഫാറ്റ് ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ അവിടേക്കുള്ള ഫാറ്റ് നന്നായിട്ട് കൈ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ ഫാറ്റൊക്കെ നന്നായിട്ട് കുറയ്ക്കണം. അപ്പോൾ ശരിക്കും ബോഡി ഷേപ്പാവുക. അവിടെ ഫാറ്റ് ഇല്ലാത്ത തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കൈ നമ്മൾ സൂംബയിലൊക്കെ നന്നായിട്ട് എടുക്കുന്നൊരു മൂമെൻറ്റ്സാണ് ഈ കൈ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 50 ഒക്കെ നിങ്ങൾ എടുക്കാൻ നോക്കാം മാക്സിമം. വളരെ ഈസിയാണ്. അതും ഇത് കണക്ക് കാല് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് പിന്നെ അത് എന്താണ് നമ്മളിങ്ങനെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ടച്ച് ചെയ്തിലും കുഴപ്പമൊന്നുമില്ല. കൈ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്താണ് നമുക്ക് മാറ്റം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. സെയിം പ്രോസസ്സ് കാല് മുന്നിലേക്ക് കൊടുക്കുക. അത് സെയിം നിങ്ങൾക്ക് ചെയ്തത് മുന്നിലേക്ക്. അപ്പോൾ നേരെ നമ്മൾ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തില്ലേ, അത് കണക്ക് ഈ കാല് ടച്ച് ചെയ്യണമെന്ന് വെച്ചിട്ട് കുനിഞ്ഞ് വളഞ്ഞ് പോയി ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട. ടച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാനീ പറഞ്ഞ കണക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് കാല് ടച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോവിന് ചെയ്യാം. ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് സ്ലോവിന് ചെയ്യാം. അതല്ല സ്പീഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല സ്പീഡ് ആയിക്കോളും. അതങ്ങനെയാണ്, നമ്മളെല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിക്കോളും. പിന്നെ അതായത് എനിക്ക് അതിന് കുനിഞ്ഞ് പോയിട്ട് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. ബോഡി എപ്പോഴും നല്ല സ്ട്രെയിറ്റ് പിടിക്കുക. കാല് വേണം മാക്സിമം നമ്മളിങ്ങനെ പൊക്കാൻ ശ്രമിക്കണം. നല്ല രീതിയിൽ കൈ ഇതേ കണ്ടോ കൈ ഇങ്ങനെ മുകളിലേക്ക് ശരിക്കും മുകളിലേക്ക് കൊടുത്ത് കണ്ടോ, ഇത് ഇങ്ങനെ കണ്ടോ, ആ ഒരു ശരിക്കും ഇതാണ് വരേണ്ടത് കണ്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ആ സൈഡ് ഫാറ്റും ഒക്കെ കുറയും. പിന്നെ ഈ സൈഡ് ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് കുറയും. നമ്മൾ ആ കാല് പൊക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കുറേ നല്ല ഷേപ്പാവും. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അത് പിന്നെ ഈ സൈഡ് ഫാറ്റ് ഒക്കെ നല്ല ഷേപ്പാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ബോഡി ഷേപ്പാക്കി വയ്ക്കുക, അതാണല്ലോ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഫുൾ ബോഡി വർക്കൗട്ട് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. താങ്ക് യു.